പ്രിയപ്പെട്ട ദൈവമക്കളെ, 18-ാം ദിവസം ഇന്നും നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഇനി ഏതെങ്കിലും ദിവസം നിങ്ങളുടെ പ്രാർത്ഥന ഒന്ന് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനകത്ത് സങ്കടപ്പെടേണ്ട. ഉച്ചയ്ക്ക് 3 മണിക്ക്, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. നിയോഗം വെച്ച് ഇത് 33 ദിവസവും എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ ത്യാഗത്തിന് കർത്താവ് വില നൽകും. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. ഇന്ന് നമ്മൾ 18-ാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് കുടുംബങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയാണ്. കുടുംബത്തിൽ കലഹം, ഭിന്നത, അനൈക്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു സ്വരച്ചേർച്ച, അവർക്ക് ഐക്യമില്ലായ്മ, ചില കുടുംബങ്ങളൊക്കെ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുപോലെ കുടുംബത്തിൽ മാതാപിതാക്കളും അവിടെ കല്യാണം കഴിച്ചു വന്നിരിക്കുന്ന പെൺകുട്ടികളുമായിട്ടുള്ള വഴക്ക്, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക്, അങ്ങനെ കുടുംബത്തിൻ്റെ ഭദ്രത നശിപ്പിക്കുന്ന എല്ലാ തിന്മകളും വിട്ടുപോകാൻ വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ കുരിശിൻ്റെ വഴിയിൽ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ. കുരിശിൻ്റെ വഴിയിലൂടെ നമുക്ക് കടന്നു പോകാം. ഈശോ ഈ പ്രാർത്ഥന വലിയ അനുഗ്രഹമാക്കി മാറ്റട്ടെ. പ്രാരംഭ പ്രാർത്ഥന. ഓ നിത്യനായ ദൈവമേ, അനന്ത സ്നേഹമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പാപികൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 1-ാം സ്ഥലം. ഈശോ മിശിഹായെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീലാത്തോസിൻ്റെ മുമ്പിൽ അവഹേളിതനായി നിന്ന കർത്താവ്, ദാരുണമായ വിധി സ്വീകരിച്ച കർത്താവ് ഈശോയെ, ഇന്ന് പലപ്പോഴും ഞങ്ങളെ പലരും തെറ്റായി വിധിച്ചു. ചെയ്യാത്ത തെറ്റിനും കുറ്റങ്ങൾക്കും ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈശോയെ പോലെ സഹനങ്ങളെ സ്വീകരിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, കർത്താവ് അന്യായമായി ഞങ്ങളെ വിധിച്ച, അന്യായമായി ഞങ്ങൾ സഹിച്ച സഹനങ്ങൾ എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ, കടബാധ്യത, ഞെരുക്കങ്ങൾ എല്ലാം ഏറ്റെടുത്ത്, സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്ത് സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 2-ാം സ്ഥലം. ഈശോ മിശിഹാ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശ് മുന്നോട്ട് നിൽക്കുന്ന ഈശോ, കർത്താവെ സഹായിക്കാൻ ആരുമില്ല. കർത്താവായ ഈശോയെ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കടബാധ്യതയും ജോലി തടസ്സങ്ങളും വിവാഹ തടസ്സങ്ങളും വീടില്ലാത്ത അവസ്ഥകളും, കർത്താവെ പല വിധത്തിൽ കേസുകൾ, പലതരത്തിൽ കർത്താവെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളാകുന്ന കുരിശുകൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 3-ാം സ്ഥലം. ഈശോ മിശിഹാ 1-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ
വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴി, ക്ഷീണിച്ച ശരീരം, ഇതാ കർത്താവ് മുഖം കുത്തി നിലത്ത് വീഴുകയാണ്. ഈശോയെ, എൻ്റെ വീഴ്ചകൾ പലപ്പോഴും അഗാധമായിരുന്നു. എൻ്റെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും ദൈവനിഷേധങ്ങളും അതുപോലെ ദൈവകൽപ്പന ലംഘനങ്ങളും കർത്താവ് എൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി. അതെന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെയും തകർത്തു. ഇതാ ഞാൻ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്നെ സഹായിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ വഴി വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ സങ്കടകരമായൊരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഇതാ ഓടിയെത്തി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങപ്പെട്ടത് 2 ഹൃദയങ്ങൾ, 2 പേർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നു. അത്രയേറെ തകർന്നൊരവസ്ഥ. ഈശോയെ, ഇന്ന് എൻ്റെ ഒരവസ്ഥയിലത്തെ തകർച്ചയാണ്, വേദനകളാണ്, സങ്കടങ്ങളാണ്. കർത്താവെ, വിവാഹം കഴിഞ്ഞു, കുടുംബം ഇപ്പോൾ ഡൈവേഴ്സിലേക്ക് എത്തുകയാണ്. അതുപോലെ മക്കളില്ല, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, ബിസിനസ് പരാജയം, കൃഷി പരാജയങ്ങൾ, തകർച്ചയുടെ മേഖലയിൽ തന്നെ രക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമേൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെ തളർന്നു. കുരിശോടുകൂടി ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. ഇതാ അപ്പോൾ ശിമയോനെ നേരം ഭയന്നുവരും കണ്ടു. കിവറയങ്കാരനായ മനുഷ്യൻ. അവർ ഈശോയുടെ കുരിശ് ചുമക്കാൻ അയാളെ നിർബന്ധിക്കുകയാണ്. അവർക്ക് ഈശോയുടെ സഹതാപമില്ല, സ്നേഹമില്ല. എങ്കിലും പച്ചയ്ക്ക് ഈശോയെ കുരിശിൽ തറയ്ക്കണമെന്ന് ആഗ്രഹിച്ചു. കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥകളുണ്ട് എനിക്ക്. ഇനി ഞാൻ പ്രാർത്ഥിക്കണം കർത്താവ്, അവിടെ നിന്ന് മാത്രമാണ് എന്നെ സഹായിക്കാനുള്ളത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 6-ാം സ്ഥലം, വേറോനിക്ക ഈശോ മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭക്തിയായ വേറോനിക്ക ഈശോയെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. ആ പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ കടന്നു വന്ന് ഈശോയുടെ കർത്താവെ തിരുമുഖം തുടച്ചു. ദൈവമേ, പലപ്പോഴും എൻ്റെ ജീവിതത്തിലുള്ള സങ്കടങ്ങളും വേദനകളും ആരും മനസ്സിലാക്കുന്നില്ല എന്ന സങ്കടം എന്നെ ചൂട് നിൽക്കുന്നതിന് കർത്താവെ, ഈ പ്രഭാതത്തിൽ അവിടുന്ന് തന്നെ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹാ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ബലഹീനനായി തളർന്നു വീഴുന്ന ഈശോ, കർത്താവെ, പലപ്പോഴും എൻ്റെ ജീവിതഭാരം, എൻ്റെ ജീവിത ദുഃഖം, കടബാധ്യതകൾ, കർത്താവെ, ജീവിത നൈരാശ്യം, കുടുംബത്തിലെ സ്ഥിതി, ഇതെല്ലാം കർത്താവെ ഞാൻ തളർന്നു വീഴുകയാണ്. എൻ്റെ എല്ലാ തളർച്ചയുടെ കാരണങ്ങളും കർത്താവെ അങ്ങേക്കറിയാം. എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓസ്രയം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓസ്രയത്തിലെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വന്നു. സുപരിതനായ ഈശോ കുലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. കർത്താവെ, ഇന്ന് ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്, എൻ്റെ മേൽ അനുകമ്പ തോന്നണമേ. അവിടുന്ന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ രോഗങ്ങൾ, അവരുടെ അസ്വസ്ഥതകൾ, അവരുടെ കർത്താവ് ദുഃഖം, പൈശാചി ബാധകളപ്പെട്ടവരുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു, കടബാധ്യതക്കാരുണ്ടായിരുന്നു, മക്കളില്ലാത്തവരുണ്ടായിരുന്നു. എല്ലാ വേദനയ്ക്കുന്നതിനും കണ്ട അനുകമ്പ കാണിച്ചതുപോലെ എൻ്റെ മേൽ അനുകമ്പ തോന്നണമേ കർത്താവേ. കുടുംബത്തിൽ അനുകമ്പ തോന്നണമേ കർത്താവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒമ്പതാം സ്ഥലം, ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങാൻ അവിടത്തേക്ക് ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതെന്തെങ്കിലും പതിക്കുന്നു. കർത്താവെ, മുന്നോട്ടൊരടി കാൽ വെക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ തകർന്നു പോയി. കർത്താവ്, ഒരു സ്ഥലത്തും രക്ഷയില്ല, ആരും സഹായിക്കാനില്ല. കർത്താവെ, എൻ്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ അവിടുന്ന് തന്നെ കടന്നു വന്ന് എൻ്റെ കുടുംബത്തിന്, എനിക്ക് ആശ്വാസമാകണമേ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10 സ്ഥലം ദൈവരക്ഷൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരി മലയുടെ നിറകിയിൽ വെച്ച് രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോൾ അങ്ങ് അനുഭവിച്ച വേദന എത്ര ദുസ്സഹമായിരുന്നു. കർത്താവെ, ഇന്ന് എൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന വേദനകളും സങ്കടങ്ങളുമുണ്ട്. കർത്താവെ, ആരോടും പറയാത്ത സങ്കടങ്ങളും ദുഃഖങ്ങളും ആവലാദികളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11 സ്ഥലം ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവിടുന്ന് ആണി തറയ്ക്കുന്നു. ഉഗ്രമായ വേദന, ഒരു മനുഷ്യനും താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ദുസ്സഹമായ പീഡ. കർത്താവെ, എങ്കിലും അവിടുന്ന് പരാതി കൂടാതെ സഹിച്ചു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളും സങ്കടങ്ങളും വേദനകളും പരാതി കൂടാതെ സഹിക്കാൻ വേണ്ടി കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12 സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ കുരിശിൽ തെറിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് വിലപിച്ചെങ്കിലും ശത്രുക്കൾക്ക് വേണ്ടിയും തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയും പീഡിപ്പിച്ചവർക്ക് വേണ്ടിയും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച കർത്താവെ, ഇന്ന് ഞാൻ അവിടുത്തെ കാൽക്കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും കർത്താവെ, അവിടുത്തെ കരുണയുടെ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കണം കർത്താവ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13 സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന് മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ച, പിറ്റേന്ന് ശാബതമാകും. കർത്താവിൻ്റെ ശരീരം കുരിശിൽ കിടക്കാൻ പാടില്ല. പടയാളികൾ വന്ന് ഈശോയുടെ മൃതദേഹം കുരിശിൽ നിറക്കി. ആ കർത്താവ് മൃതശരീരം അവിടുത്തെ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ ആ അമ്മ അനുഭവിച്ച വേദന, സങ്കടങ്ങൾ, വ്യാകുലതകളാൽ പിളർക്കപ്പെട്ട സമയമാണ് കർത്താവ്. എൻ്റെ കുടുംബത്തിലെ എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14 സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീലാത്തോസിന്റെ ഭാഗത്തോടെ റാംസാക്കാരനായ യോസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. കർത്താവെ സുഗന്ധദ്രവ്യങ്ങൾ പൂശി അവിടുത്തെ ശരീരവർ മറവ് ചെയ്തു. കർത്താവായ ഈശോയെ, ഇന്ന് പാപത്തിൽ മരിച്ചവനായി തീരുവാൻ, വിശുദ്ധമായി ജീവിക്കുവാൻ, കൃപയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപത്തിൽ മരിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ കർത്താവെ, അവിടുന്ന് കുരിശിൽ സഹിച്ച വേദനകൾ, സങ്കടങ്ങളെല്ലാം എൻ്റെയും എൻ്റെ തലമുറയുടെയും കുടുംബത്തിൻ്റെയും വിടുതലിന് വേണ്ടിയാണ് കർത്താവ്. ഈശോയെ, ഈ സമാപന പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയത്തിലെല്ലാ ഭാരങ്ങളും സമർപ്പിക്കുന്നു. ഇന്ന് കർത്താവെ, എൻ്റെ കുടുംബജീവിതം പരാജയമാണ്, എൻ്റെ ബിസിനസ് പരാജയമാണ്, എൻ്റെ കൃഷിസ്ഥലം പരാജയപ്പെട്ടു, എനിക്ക് ജോലിയില്ല, മക്കളില്ല, കുടുംബത്തിൽ വിവാഹം നടക്കുന്നില്ല, മംഗളകാര്യങ്ങളൊന്നും നടക്കുന്നില്ല, സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല, കർത്താവെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, വീട്ടിലേക്ക് വഴിയില്ല, ഉപജീവനത്തിന് വഴിമുട്ടി. എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് തുടർന്ന് ദിവികാരൻ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിൽ രോഗപീഠകളുള്ളവർ, ക്യാൻസറും സോറിയാസിസും ശരീരം പൊട്ടിയൊഴുകുന്ന രോഗങ്ങൾ, അസ്വസ്ഥതകളുള്ള എല്ലാ രോഗികളും പ്രത്യേകം പ്രാർത്ഥിക്കണം. വലിയ സൗഖ്യവും വിടുതലും കർത്താവ് നൽകട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ നിങ്ങളെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും കണ്ണുനീര് ഈശോ ഒപ്പണം. സങ്കടങ്ങളെല്ലാം കർത്താവ് എടുത്ത് മാറ്റണം. ദൈവം അനുഗ്രഹിക്കും മക്കളെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനകൾ, നിയോഗങ്ങളൊക്കെ കർത്താവ് സ്വീകരിക്കും. നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹമാകും എന്ന് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുടുംബങ്ങളിൽ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നില്ല. കലഹം, പരസ്പരം വൈരാഗ്യം, വിദ്വേഷം, കോപം, ഭിന്നത, കുടുംബങ്ങളിൽ ഒരു സ്വസ്ഥതയില്ല, ശാന്തതയില്ല, അസമാധാനക്കേട്, ഭാര്യ ഭർത്താവ് തമ്മിൽ കലഹവും ഭിന്നതയും. ചില കുടുംബങ്ങൾ ഡൈവേഴ്സിന് പക്കൽ എത്തിയിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 1 വർഷം, 2 വർഷം, 4 വർഷം, 10 വർഷം, 10-30 വർഷം കഴിഞ്ഞിട്ട് രണ്ട് പാത്രമായി മാറുന്നൊരവസ്ഥ. ഏതോ ഒരു തിന്മയുടെ ശക്തി ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നിലയിച്ചിരിക്കുകയാണ്. കർത്താവേ, സക്കറിയ 9:8, ആരും കയറി ഇടങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിട്ട് ഞാൻ പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകന് നിന്നെ കീഴ്പ്പെടുത്തുകയില്ല. കർത്താവിൻ്റെ കണ്ണ് നിന്റെ മേലുണ്ട്,
ഓരോ കുടുംബങ്ങളെയും തകർക്കാൻ നിലയുറപ്പിച്ചിരിക്കുന്ന, അത് കലഹമായിട്ടും ഭിന്നതയായിട്ടും ഡൈവേഴ്സായിട്ടും കുടുംബ വഴക്കായിട്ടും അവരെ നശിപ്പിക്കാൻ നിലയുറപ്പിക്കുന്ന ശക്തികളോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, കുടുംബങ്ങളെ വിട്ടുപോവുക. സമാധാനമായ ജീവിതം നയിക്കുവാൻ തടസ്സപ്പെടുന്ന തടസ്സക്കെട്ടുകൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിട്ടൊഴിയട്ടെ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ.